എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും പ്രണയമുണ്ട്, പ്രണയമില്ലാത്ത ആരും ഉണ്ടാവില്ല. ചാലഞ്ചിങ് ആണ്, അതെല്ലാം ചാലഞ്ചിങ് തന്നെയാണ്. എനിക്കിതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. എനിക്ക് ആത്മവിശ്വാസം ഇല്ല, അതിൽ കോൺഫിഡൻസ് ഇല്ല. ഇപ്പം അധികം ഫോണിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുമിച്ചിരുന്നിട്ടുള്ള പാട്ടെഴുത്തൊക്കെ വളരെ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. എഴുതി കഴിഞ്ഞാൽ പിന്നെ അതോട് കൂടിയിട്ട് ഈ രചയിതാവിൻ്റെ ഒക്കെ ഒരു ഡ്യൂട്ടി അവസാനിച്ചു എന്നുള്ള രീതിയിലാണ്. അങ്ങക്ക് ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടുന്നത് പ്രണയകാലം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ്. അന്നത്തെ കാലത്ത് ആ സിനിമയിലെ പാട്ട് എന്ന് പറയുന്നത് ഈ പ്രണയിക്കുന്നവർക്ക് മറ്റുള്ളവർക്കൊക്കെ വളരെയധികം ഹൃദയത്തിൽ കൊണ്ടു നടന്നിരുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അത്ര നാൾ എഴുതിയിരുന്നതിൽ നിന്നും ഒരു അവാർഡ് കിട്ടിക്കഴിയുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറയണമെങ്കിൽ അതൊരു പ്രഷറും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ്, അതേപോലെ തന്നെയുള്ള എൻ്റെ അടുത്തുള്ള പ്രതീക്ഷകൾ കൂടുതലാണെന്നോ ഉള്ളൊരു പ്രഷറും കൂടിയാണ്. അപ്പോൾ ഈ ഒരു അവാർഡ് എന്ന രീതി കിട്ടി കഴിഞ്ഞതിന് ശേഷം സാറിൻ്റെ എഴുത്തുകാരന് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് അത് ബാധിച്ചത്? അതല്ലെങ്കിൽ നമുക്ക് പറയില്ലേ അതിൻ്റെ ഒരു ഈഗോ വരാണ്ടും നോക്കണം, അതിൻ്റെ ഒരു അഹങ്കാരം വരാണ്ടും നിൽക്കണം എന്നുള്ളത്, അതെന്തായിരുന്നു? അതൊന്ന് പറയാമോ? അതായത് ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം സിനിമാ ഗാനമായാലും ശരി, കവിതയാണെങ്കിലും ശരി, എന്തെഴുതുമ്പോഴും ആദ്യമായിട്ട് ഒരു പാട്ടെഴുതുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴും ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ വേണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം കാരണം ഇത് ഭാഷയായിട്ടും കല, കവിത, ഭാഷ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നൊരു ഏർപ്പാടാണ്. അതങ്ങനെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയല്ല. കാരണം അത് പിന്നെ കാലാകാലങ്ങളോട് നിൽക്കുന്നതാണ്, പിന്നെ മനുഷ്യർക്ക് ഒരുപാട് സമൂഹം ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ഉത്തരവാദിത്വം ബോധം എപ്പോഴും ഉണ്ടായിരിക്കും എഴുത്തുകാരന്. അതുകൊണ്ട് അവാർഡ് കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല, ഏതൊരു പ്രോജക്റ്റിൽ നമ്മൾ ഇറങ്ങുമ്പോഴും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ഏറ്റവും ആദ്യം ചെയ്യുന്നത് പോലെ ഏറ്റവും തുടക്കക്കാരനുണ്ടാവുന്ന അതേ ഒരു പിന്നെ ഉത്തരവാദിത്വ ബോധവും പ്രഷറും ടെൻഷനും ഞാനിപ്പോഴും അനുഭവിക്കാറുണ്ട്. അതൊക്കെ കുറേ ചെയ്ത് കഴിഞ്ഞ് ഈസി അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഈ 2009 സൂഫി പറഞ്ഞ കഥയ്ക്കും അങ്ങേക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടെണ്ണത്തിലും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടൊരു സിമിലാരിറ്റി എന്ന് രണ്ടും പ്രണയകഥകൾ പറയുന്നതാണ്. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോൾ സാറിന് പല കവിതകളും ബാക്കി എഴുതുന്ന സമയത്ത് പ്രണയം എന്നുള്ളതും ആ ഒരു ഇമോഷനെ കുറച്ചും കൂടെ വളരെ സൗന്ദര്യമായിട്ടാണ് സാറ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് എന്തെങ്കിലും ചിലപ്പോൾ അത് വിരഹമായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അത് സാറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇതുള്ളത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ആ ജോണർ എഴുതാൻ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ പ്രണയം എന്നുള്ള വികാരം വളരെയധികം മനോഹരമായിട്ട് അവാർഡ് കിട്ടുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ട് എഴുതാനായിട്ട് ഉള്ള ഒരു പ്രചോദനം? അല്ല, ഒന്നാമത് ഈ നമുക്ക് സിനിമ ആവശ്യപ്പെടുന്നതല്ലേ എഴുതാൻ പറ്റുള്ളൂ. സിനിമയുടെ പ്രമേയം മിക്കവാറും എല്ലാ സിനിമകളിലും പ്രണയമായിരിക്കും ഒരു പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. പിന്നെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും പ്രണയമുണ്ട്, പ്രണയമില്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് പിന്നെ എഴുതാനും സന്തോഷകരമായിട്ടുള്ളൊരു ഇഷ്ടമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ മിക്കവാറും എല്ലാ സിനിമകളുടെയും പ്രമേയം പ്രണയമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടും പ്രണയ ഗാനങ്ങൾക്ക് കൂടുതൽ ആർദ്രതയും കൂടുതൽ ആകർഷണീയതയും പെട്ടെന്ന് തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ചെല്ലുന്ന ഒരു സംഗതിയൊക്കെയാണ്. അത് അങ്ങനത്തെ ഒരു വികാരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ എല്ലാ എഴുത്തുകാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ സിനിമാ ഗാനങ്ങൾ എഴുതുന്ന എല്ലാവരും നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. അവർക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം പ്രണയം തന്നെയായിരിക്കും. മറ്റു വിഷയങ്ങളൊക്കെ അത്ര കുറവായിരിക്കും. അതാണ് അത്രയേ ഉള്ളൂ. അല്ലേ, ഏതാണ് സാറിന് മീൻസ് ഏറ്റവും ഇഷ്ടമുള്ള എഴുതാനായിട്ട്? ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ട്. ഇപ്പോൾ പ്രണയം എന്ന് പറയുന്നത് സിനിമയിൽ ആവശ്യപ്പെടുന്നു, പക്ഷെ നമുക്ക് പേഴ്സണലി ഇഷ്ടമുണ്ടോ? ഓക്കെ, എനിക്ക് ഈ ജോണറിലുള്ള പാട്ടുകൾ എഴുതണം. അതേപോലെ തന്നെ എഴുതാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ചില ജോണേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള പാട്ടുകൾ മീൻസ് ജോണേഴ്സ് ഏതൊക്കെയാണ്? അല്ല, എനിക്ക് പൊതുവെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും പ്രമേയങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരള കാഫേ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് പോലെ കഥയ മാമ എന്നുള്ളത് അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്ങാണ്. അതുപോലെ പിന്നെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഇടുക്കിയെ പറ്റിയുള്ളൊരു പാട്ട് വന്നു, അത് ഡിഫറെൻ്റ്. അതുപോലെ മറ്റേ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഭക്ഷണത്തെ പറ്റിയിട്ടുള്ള പാട്ട്. കാരണം ഇതൊക്കെ നമുക്കൊരു ചാലഞ്ചിങ് ആണ്. കാരണം മറ്റേ പ്രണയഗാനങ്ങളിൽ ഒരുപാട് നമുക്ക് അവസരങ്ങൾ വരും. അത് ഒരുപാട് ആൾക്കാർ എഴുതി കഴിഞ്ഞിട്ടുള്ളതാണ്. അത് പിന്നെ ഒരു പുതിയത് കൊണ്ടുവരിക എന്ന് പറയുന്നതും വളരെ ഒരു ടാസ്ക്കാണത്. കാരണം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കുറേ വിഷയങ്ങൾ, നിലാവും മഴയും പൂമ്പാറ്റയൊക്കെ എല്ലാവരിലും ഉണ്ടാവും. അപ്പോൾ ആ പുതിയൊരു ബിംബം കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പുതിയ ഫ്രഷ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അതല്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ ഫിലോസഫിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതേപോലത്തെ പിന്നെ അങ്ങനത്തെ കുറേ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ജോണറിലുള്ള പാട്ടുകൾ വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നാറ്. അപ്പോൾ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് സെയിം തന്നെയാണോ? ചാലഞ്ചിങ് ആണ്, അതെല്ലാം ചാലഞ്ചിങ് തന്നെയാണ്. ഏത് പാട്ട് കിട്ടുമ്പോഴും നമുക്ക് ചാലഞ്ചിങ്. അതെങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് മിക്കവാറും ട്യൂണാണല്ലോ കിട്ടുന്നത് ആദ്യം. ആ ട്യൂണനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആ ട്യൂണിനോട് കിടപിടിക്കുന്ന രീതിയിൽ ട്യൂണിനൊരു ഭംഗം വരുത്താതെ
അവരാഗ്രഹിക്കുന്ന ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് എഴുതുക എന്നുള്ളത് ചാലഞ്ചിങ് ആണ്. ആ ചാലഞ്ച് ഏറ്റെടുക്കുന്നതും ഒരു സുഖം തന്നെയാണ്.